കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. രണ്ട് കല്യാണം ഒപ്പായിരുന്നു. ബ്രൈഡിന്റെ ഗ്രൂമിന്റെ എൻട്രി കണ്ടു നമ്മളും കണ്ടു പോന്നു. എവിടേക്കൊന്നല്ല, കിച്ചൺ കണ്ട് എത്തിയിട്ട് എനിക്ക് ഒരു സമാധാനമില്ല. ഞാനവിടെ എത്തിയതും ദമ്മ് പൊട്ടിക്കലും ഒപ്പം. അല്ലെങ്കിൽ മെയിൻ ആൾക്കാരില്ലാതെ ദമ്മ് പൊട്ടിച്ചിട്ട് കാര്യം. കിച്ചണിലും ചെന്ന് നോക്കിയപ്പോ അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. ബീഫ് റോസ്റ്റ്, മട്ടൻ കുറുമ, ബട്ടർ ചിക്കന്, ഫിഷ് പൊള്ളിച്ചത്, ഫിഷ് കറി, കുട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈഡ് റൈസ് എല്ലാം കൂടി പറയാൻ നിൽക്കണില്ലട്ടാ. ലൈവായിട്ട് ബ്രെഡ്സിൽ പൊറാട്ടി നെയ്പ്പത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണ്ടേ. ഇതൊക്കെ കണ്ടപ്പോ നമുക്ക് വിഷക്കലാണ് തുടങ്ങി. അപ്പൊ ഒന്നും നോക്കിയില്ല, ഓഡിറ്റോറിയത്തിന്റെ സൈഡ് കൂടെ മുന്നിക്കാണ് കയറാൻ വിചാരിച്ചു. മുമ്പിലെത്തിയപ്പോ കാറ്ററിംഗ് ബോയ്സിന് ഓരോ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന കണ്ടേ. അത്രക്കും പക്കായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോഴത്തേന് ഞാൻ ശ്രദ്ധിച്ചെന്താണെന്നറിയോ, ഇതേതാ ടീമിൽ നിന്നാണ്. ആ ബോർഡ് കണ്ടു പോയപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് നമ്മുടെ വെൽപെപ്പർ ആണെന്നല്ലേ. 9 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാതെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ബെൽപെപ്പറിന്റെ ഓരോ ഇവന്റ്സും പക്കല്ലേ. എന്തായാലും വെൽക്കം ഡ്രിങ്ക്സ് കുടിക്കാൻ കയറി. വെൽക്കം ഡ്രിങ്ക്സ് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബെൽപെപ്പറിന് 2 നെടുന്തൂണുണ്ട്. നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്ന അജു എന്ന അജ്മൽക്കയും പിന്നെ നമ്മുടെ തോഹയുമാണ്. ഇവരെ പരിപാടി ഏൽപ്പിച്ച നോ ഭയം നോ പേടി. വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ചു നേരെ ഫുഡ് കഴിക്കാനേ. എല്ലാ ഫുഡ് എടുത്താണ് കഴിച്ചു. പത്തിരിക്ക് മട്ടൻ കുറുമയും കൂട്ടിക്കാണ് ഞാൻ ഒരേ അടിയായിരുന്നു. 2 കല്യാണം ആയതുകൊണ്ട് അത്രയും ക്രൗഡ് ഉണ്ടായിരുന്നേ. പക്ഷേ ആ ക്രൗഡിനെ വരെ മാനേജ് ചെയ്താണ് പൊളി. ഡെസേർട്ട് ആയിട്ട് ലുക്കൈമത്തെ ഇളനീർ പായസം, കാവ ടീ സ്നാക്സ് ഉണ്ടായിരുന്നു. മുമ്പ് തന്നെ നാടൻ ടച്ചിൽ ഒരു ചായ കണ്ട് അത് ലാസ്റ്റ് പോയിട്ടാ കുടിച്ചത്. വയറും മനസ്സും നിറഞ്ഞു.